ആ ബൈ. ലക്ഷ്മിയെ, എന്തേലും കഴിച്ചോ? ഉച്ചക്ക് സീത വന്നിരുന്നു. ഇന്ന് എന്താന്നറിയില്ല, വേദന കുറച്ച് കുറവുണ്ട്. ആശുപത്രിയില് രാവിലെ പോയി തിരക്കി. 1.5 ലക്ഷം ആദ്യം അടയ്ക്കണം. നീ അതൊന്നും വേണ്ട. ദേവൂട്ടിന്റെ കാര്യം തന്നെ മര്യാദയ്ക്ക് നോക്കി നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നീ കടം വാങ്ങി ഓപ്പറേഷൻ നടത്തിയാൽ തന്നെ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലോ? ഇതിലും വലുത് നമ്മൾ നേരിട്ടിട്ടില്ലേ? നമ്മുടെ മോക്ക് വേണ്ടിയിട്ട് നീ ഒപ്പം ഉണ്ടാവണം എന്നും. സൈതലക്ക, ആ സൈതലക്ക ഒരു ഇരിക്കി. എന്താ എന്റെ ഉദ്ദേശം? 4 മാസമായി വാടക കെട്ടിയിട്ട് എനിക്ക് വേറെ വരുമാനമൊന്നുമില്ലേ? സൈതലക്ക വരി വരി വരി. ആഗ്രഹമായിട്ടല്ല, മില്ലിലിപ്പോൾ പണി കുറവാണേ. കുറച്ചുകൂടി അവധി കിട്ട്. ദിനേശ മതി, ഇത് കേൾക്കാൻ തുടങ്ങിയിട്ടേ 3-4 മാസമായി. UP സ്കൂളിലെ ശുക്കൂർ മാഷ് വീട് വാടകയ്ക്ക് വെച്ചിട്ടുണ്ട്. ചോദിച്ചാട്ടോ എന്തേ? 1 മാസം, ഒരേ ഒരു മാസം ഞാൻ തന്നു വെട്ടിക്കോളാം. എൻ്റെ മോള് അവിടെ കേൾക്കരുത്. ഇനി ഞാൻ വാക്ക് മാറില്ല. ദൈവത്തെ ഓർത്ത് ഞാൻ തന്നു വെട്ടിക്കോളാം. വന്നാ പിന്നെ വീട് പൂട്ടി ചാവിയേറ്റാൻ പോവുള്ളൂ. മനസ്സിലാക്കി മോളെ പോയിക്ക. അയ്യോ, അച്ഛൻ്റെ കുട്ടി എന്താ അത്ര വൈകിയത്? അച്ഛൻ്റെ സാറ് വാങ്ങി തരാട്ടോ. വല്ലതും കഴിക്കട്ടോ. जब वंदे मातरम के 150 वर्ष पूरे हुए, मैंने आपसे आग्रह किया था कि #वंदे मातरम 150 के साथ अपने संदेश और सुझाव भेजे। देशवासियों ने इस अभियान में बढ़ चढ़कर हिस्सा लिया। साथियों, 2025 खेल के लिहाज से भी एक याद, हमारी पुरुष क्रिकेट टीम ने ICC चैंपियंस ट्रॉफी जीती। महिला क्रिकेट टीम ने मन की बात विश्व कप 5 मिनट കൂടി ബാക്കിയുണ്ട് മെമ്പറേ. नाम किया। भारत की बेटियों ने विमेन्स ब्लाइंड T20 वर्ल्ड कप जीतकर इतिहास रच दिया। ഇപ്പൊ തരാം. तिरंगा അല്ല മെമ്പറേ, ഇതെന്താ ഒരു പുതിയ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി പറഞ്ഞു? എന്താ അത്? സുകന്യ സമൃദ്ധി യോജന. അത് പുതിയ പദ്ധതി എന്നല്ല കുമാരേട്ടാ. അത് നിങ്ങൾ ഇപ്പൊ കേട്ടു മാത്രമേ ഉള്ളൂ. 10 വയസ്സിൽ താഴെയുള്ള നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിത്. അവരുടെ ഭാവി മികച്ചതാക്കാൻ വേണ്ടിയുള്ള നല്ലൊരു പദ്ധതിയാണിത്. ഇപ്പൊ ഒരു പെൺകുട്ടി ജനിച്ചാലേ ഓരോ വീട്ടുകാരുള്ളിലും തീയാണ്. അതിന്റെ പഠനം, വിവാഹം, ആധാരം പണയം വെക്കേണ്ടി വരികയാണ് ഓരോ വീട്ടുകാർക്കും. അതെല്ലാം മാറണം. മാറാത്തത് മാറണം. അതിനു വേണ്ടിയാണ് സുകന്യ സമൃദ്ധി യോജന. ആരാ ഇതൊക്കെ പറയുന്നത്? രമേശ, ഇന്ന് കടന്നു തുറന്നില്ലേ? ഇന്ന് ഞങ്ങളെ ബാർബർമാരെ സമ്മേളനമല്ല അപ്പുനേട്ടാ. അപ്പൊ ഇന്നലെ പ്രതിഷേധത്താലല്ലേ ഇയാൾക്ക് എന്തിനു കാര്യം? അപ്പൊ തുറക്കരുത്. എന്റെ മോനെ, സമരമില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാ എന്റെ കലണ്ടറിൽ ഒന്ന് വരച്ചു വെച്ചാളാ. എന്റെ മുടിയൊന്നും വെട്ടാനാ 2 മാസം എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കൈ കൊണ്ട് മുടി വെട്ടുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി? അപ്പുണ്ണിയുടെ 10 രൂപ ചായ കുടിച്ച വകയിലേ. കുമാരേട്ടാ, നമ്മളെ പ്രധാനമന്ത്രി കിസാൻ സമ്മാനത്തിന്റെ പൈസ കയറിയോ?
ആ അത് കയറിയല്ലോ, മെസ്സേജ് വന്നു. ആ പണ്ട് നടന്ന് കുറ്റം പറഞ്ഞിരുന്നവരാ ഇപ്പൊ ഏറ്റവും കൂടുതൽ വാങ്ങിക്കണത്. അതില് കുമാര അയ്യും ഉണ്ടായിരുന്നു. ഭൂമി പോകും മക്കളെ, ചേരല്ലേ ചേരല്ലേ എന്ന് പറഞ്ഞ് എത്ര ആളത് മുടക്കി കുമാര അജി. അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ. ആ പിന്നെ നമ്മളെ വാർഡിലൊക്കെ എത്ര പെൺകുട്ടികളുണ്ട്? അവരൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി ഇല്ലേ, എന്താ മെമ്പറേ അത്? സുകന്യ സമൃദ്ധി യോജന. ആ അതിലെല്ലാരും ചേർക്കണം. ആ നമുക്ക് നമ്മുടെ പോസ്റ്റ്മേ ഹമീദിനോട് പറഞ്ഞിട്ടേ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കണം. നല്ല കാര്യമാണ്. അന്ന് വരുന്നവർക്കൊക്കെ ഇന്റെ വക ചായ ഫ്രീ. എന്റെ വക ഓരോ കടിയും. അത് കലക്കും. ആ നമുക്ക് 2 സോപ്പ് എടുത്തോളി. എന്തൊക്കെയുണ്ട്? സുഖം. എന്നായിക്കോട്ടെ. മുജീബേ, ഇന്നലെ കൊണ്ടുപോയ ബിരിയാണി വരെ എങ്ങനെയുണ്ട്? അതൊന്നും പറയാനില്ല. ബിരിയാണി അബുദാബിലുണ്ട് കേട്ടാ. പക്ഷെ നമ്മളെ നാട്ടിലെ പോലത്തെ ഒരു സാധനം, ഹൈ എന്തത്, മക്കൾക്ക് ഇപ്പൊ എന്നും അത് മതി. ഇങ്ങോട്ട് മസാല ഇട്ട് ദമ്മിട്ട് ആ ദമ്മ് പൊട്ടിച്ചൊരു സ്മെല്ല് ഇങ്ങോട്ട് വരാൻ, ഹൈ എന്തത്, അത് എവിടെയും കിട്ടൂല. എന്നാ ശരി. കൊടുത്താ നമുക്കൊന്ന് എഴുതി വെച്ചോട്ടാ. മോളെ എന്താ വേണ്ടേ? ജയ മോളെ പറ്റ് കുറച്ച് കൂടുതലായിട്ടുണ്ട് ട്ടാ. അച്ഛനോട് പറയണേ. വിജയ, പഞ്ചസാര 1 കിലോ വേണ്ട, 1/2 കിലോ മതി. പഞ്ചസാരക്കൊക്കെ വലിയ വില. പഞ്ചസാരക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. വിജയ, അത് 1 കിലോ ആയിക്കോ. വേണ്ട, 1/2 കിലോ മതി. മോളെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. വിജയ, പെങ്ങളെ മോള് പെറ്റിയെടുക്കുന്നുണ്ട്. മരുന്നും വെള്ളമൊക്കെ എടുത്തു കൊടുക്കാൻ ആരെങ്കിലും കിട്ടും നമുക്ക്? ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും കൊടുക്കാം. എന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടാ? അന്വേഷിക്കട്ടെ, എന്നിട്ട് പറയാ. ഒന്ന് ശ്രമിച്ചു നോക്ക്. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. നോക്കാം. നീ എങ്ങനെ വന്നു? ഞാൻ ഉമ്മാന്റെ കൂടെ വന്നതാ. ഷെഫ്നാത്താനെ കാണാൻ വന്നതാ. ഇത് പഴയതല്ലേ ദേവുട്ടിയെ, തുന്നാനൊന്നും നന്നാവില്ല. അച്ഛനോട് പുതിയത് വാങ്ങി തരാൻ പറയ്. ഷബ്ന, ആ ഞാൻ പോവാണ്, ഉമ്മ വിളിക്കണ്ടേ. ദേവുട്ടിയെ ആ എന്താമ്മേ? മോക്ക് നല്ലൊരു ചെരുപ്പ് വാങ്ങിച്ചിരുന്ന അച്ഛനോട് പറയാട്ടോ. അതൊന്നും സാരല്ല, തൽക്കാലം അത് മതി. എന്റെ മോള് നന്നായി പഠിക്കണേ. അച്ഛന് നീ മാത്രല്ലേ ഉള്ളൂ. അപ്പൊ അമ്മയ്ക്ക് ഇന്നെ വേണ്ടേ? എന്താണ് അമ്മയും മോളും കൂടി ഒരു സ്വകാര്യം? ഒന്നുമില്ല അച്ഛാ. മോളെ, അച്ഛന് കുറച്ച് വെള്ളം കൊണ്ടുവന്ന. മോളെ എടുത്തിട്ടാണ് എന്റെ സങ്കടം മുഴുവനും. മറ്റുള്ളവരെ പോലെ അല്ല. ഒരു ഉടുപ്പ് പോലും ഓള് ചോദിച്ചിട്ടില്ല, ഒന്നും ആഗ്രഹിച്ചിട്ടുമില്ല. സ്കൂളിൽ പോയപ്പോ എല്ലാരും പറയാ അവിടെ മിടിക്കാന്ന്. നമ്മളെ മോളും നമ്മളെ ഭാഗ്യാന്നാ എല്ലാരും പറയണത്. ആ, മെമ്പർ പ്രസാദേട്ടൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോളെന്തോ സ്കീമിൽ ചേർക്കേണ്ട കാര്യം പറയാനുണ്ടെന്നാ പറഞ്ഞത്. അവളുടെ ഭാവിക്ക് ഉപകാരപ്പെടുന്ന എന്തോ ഒരു സംഗതിയാ. അവള് പഠിക്കട്ടെ. നമുക്ക് കിട്ടാത്ത ഭാഗ്യം അവൾക്ക് കിട്ടട്ടെ. ആ ദിനേശ് ചേട്ടോ, ഇവിടെ
ദിനേശേട്ടൻ പ്രയാസപ്പെടണ്ട, കാശിന്റെ കാര്യം നമ്മൾ ശരിയാക്കാം. നമ്മുടെ പ്രധാനമന്ത്രി കാര്യം പറഞ്ഞല്ലേ, അപ്പൊ നമ്മൾ ചെയ്യണ്ടേ? എല്ലാം മാറും ദിനേശേട്ടാ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. പോസ്റ്റ് ഓഫീസിലൊന്നും പോവാണ്ട്, അപ്പൊ പണി നടക്കട്ടെ. ദിനേശ, ആ പോയ മെമ്പർ ഉണ്ടല്ലോ, ആ നല്ല മനുഷ്യനാ. ഈ പഞ്ചായത്തിലെ എല്ലാ കിടപ്പ് രോഗികൾക്കും മരുന്ന് വെച്ചു കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെന്ന് തോന്നുന്ന ഒരുത്തനാണ്. എൻ്റെ ലക്ഷ്മിയുടെ കാര്യം മെമ്പർ പറഞ്ഞിരുന്നു. എല്ലാം ശരിയാകൂടാ, നമ്മളൊക്കെ അല്ലേ ഇവിടെ ശരിയാവും. പിന്നെ നമ്മളെ പ്രധാനമന്ത്രി നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതൊന്നും നമ്മളൊന്നും അറിയണ പോലും ഇല്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇതാരും അറിയിക്കണ പോലും ഇല്ല. ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞെന്ന് ആരോടും പറയും വേണ്ട. എന്താണ് സ്കൂൾ വിട്ട് വന്ന പോലെ തന്നെയാണല്ലോ, കുളിയൊക്കെ കഴിഞ്ഞില്ലേ? കുറച്ച് എഴുതി തീർക്കണ്ടായിരുന്നു അതെ. അച്ഛാ. ആ പിന്നെ മോനമാഷ അങ്ങാടി നട്ടിരുന്നു. സ്കൂൾ ടൂർ പോണ്ടില്ലേ? പോണ്ടേ? വേണ്ട അച്ഛാ, ആ പൈസ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് മരുന്ന് വാങ്ങി കൊടുക്കാലോ. അതേ, അതൊന്നും മോള് നോക്കണ്ട. കുട്ടികളെ സ്കൂൾ ടൂറൊക്കെ പോകണം. അമ്മയുടെ കാര്യമല്ലേ, അത് അച്ഛൻ നോക്കിക്കോളാം കേട്ടാ. ഇപ്പോൾ പഠിച്ച് എൻ്റെ കുടിച്ചുകൊള്ളം കഴിക്കാൻ നോക്ക്. ഡോക്ടറെ വിളിച്ചിരുന്നു. മറ്റന്നാ ചെല്ലാനാ പറഞ്ഞത്. എപ്പോ? മില്ലിന്ന് നമുക്ക് കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് വാങ്ങാം, ബാക്കി നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. മെമ്പറെ കണ്ടിരുന്നോ? ആ, ഇന്ന് മില്ലിൽ വന്നിട്ടുണ്ടായിരുന്നു. ദേവുട്ടിയുടെ കാര്യം പറഞ്ഞു. സുകന്യ സമൃദ്ധി എന്നോ അങ്ങനെ സ്കീമിൻ്റെ പേര് പറഞ്ഞ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സമ്പാദ്യ പദ്ധതിയാണ്. മോക്ക് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവളുടെ പഠനത്തിനും വിവാഹത്തിനൊക്കെ വലിയ സംഖ്യ കിട്ടുന്ന പറഞ്ഞേ. നമുക്ക് നമ്മളെ മോളെ അതിൽ ചേർക്കണം. ദിനേശേട്ടൻ ഓടി തളർന്നുല്ലേ? ഒക്കെ നമ്മുടെ മോക്ക് വേണ്ടിയിട്ടല്ലടാ. അതെ, ഭക്ഷണം തരട്ടെ? മരുന്ന് കഴിക്കാനുള്ളതല്ലേ? വേണ്ട, വിശപ്പില്ല. അച്ഛാ, അച്ഛാ ഇതോടെ വെച്ചോ, അമ്മയുടെ ഓപ്പറേഷന്. മോളെ, മോളെ, മോളെ. എന്താ മോളെ, എന്താ വേണ്ടേ? എന്താ മോളെ, എന്തെങ്കിലും വേണോ? ജോലിക്ക് ആളെ കിട്ടിയോ? ഇല്ല. ആരെങ്കിലും ഉണ്ടോ? ഞാൻ മതിയോ? അതെ, അവിടെയാണ് നമ്മൾ ക്യാമ്പ് ഉദ്ദേശിച്ചുള്ളത്. ഏകദേശം ഇപ്പോൾ 150ഓളം കുട്ടികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിൽ 4 പേരുണ്ടാവില്ലേ? കുട്ടികളെ ആധാർ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ് ഇതൊക്കെ കളക്ട് ചെയ്യാൻ 2-3 അധ്യാപകരെ ഏർപ്പാടാക്കണം. ശരി, DO വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പഞ്ചായത്തിലെ ഭൂരിഭാഗം ആൾക്കാർക്കും ഈ പദ്ധതിയെ പറ്റി അറിയില്ല. സത്യത്തിൽ നമ്മുടെയൊക്കെ ഒരു പോരായ്മ തന്നെയാണത്. ശരിയാണ്. നമ്മുടെ ഓരോ പെൺകുട്ടികൾക്കും വേണ്ടി രക്ഷിതാക്കള് ഇതെങ്കിലും ചെയ്താൽ മതി. പഠനത്തിനും കല്യാണത്തിനും വേണ്ടി വീടിന്റെ
ആധാരം പണയം വെക്കണ എത്ര കുടുംബങ്ങളാണുള്ളത്. ഒരു മാസം 1000 രൂപ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അവർക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരണം. പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു SS അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ ഫോട്ടോ, ജനന സർട്ടിഫിക്കറ്റ്, ആധാർ, ഇതൊക്കെ മതി. അല്ല അമീതേ, ഒരു അക്കൗണ്ടിൽ ചുരുങ്ങിയത് നമ്മൾ എത്ര അടക്കേണ്ടി വരും? കുറഞ്ഞത് 250 രൂപയെങ്കിലും മാസം അടക്കണം. 1000 രൂപയാണ് അടക്കണമെങ്കിൽ ഒരു വർഷം 12,000 രൂപ ഉണ്ടാവും. 21 വർഷമാണ് കാലാവധിയെങ്കിലും വെറും 15 വർഷം അടച്ചാൽ മതി. കാലാവധി കഴിയുമ്പോൾ മുതലും പ്രോഫിറ്റും അടക്കം 5.5–5.25 ലക്ഷം രൂപ കുട്ടിയുടെ പേരിൽ അക്കൗണ്ടിലുണ്ടാവും. ചേരുന്ന സംഖ്യക്കനുസരിച്ച് കിട്ടുന്ന സംഖ്യയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. സാധാരണക്കാരുടെ കുടുംബത്തിന് ഇത് വലിയ ആശ്വാസം. അങ്ങനെ അങ്ങ് വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ സ്കീമിൽ ചേർക്കണം. അങ്ങനെ 21 വയസ്സ് വരെ കാത്തിരുന്നാ മതി. ശരിയാ. അമ്മായിയുടെ വീട്ടിലൊരു കുഞ്ഞുവാ വരുന്നുണ്ടെന്ന് ഉപ്പ പറഞ്ഞിരുന്നു. അമ്മായിക്ക് ഒന്നിനും വയ്യ. ഉപ്പ ഒരു പണിക്കാരനൊക്കെ നോക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് വേണം ഈ വലിയ ആളാവാൻ. എച്ചില് പാത്രം വരെ കഴുകാൻ പറയണം. അങ്ങനല്ലേ ഷെഫ്നാന്റെ വീട്ടിലൊക്കെ? അല്ലെങ്കിൽ വേണ്ട, അതിന്റെ കൈ ആകെ മുറിയാവൂലേ. കുറേയിൽ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇനി കുറച്ച് കാറ്റും പിടിച്ച് കൊണ്ടുപിടി. മോളെ കണ്ടില്ലല്ലോ ഇതുവരെ. എന്നിങ്ങനെ വൈകിയാണ് വരാറുള്ളത്? 2 ദിവസമായിട്ട് ഇപ്പൊ വൈകിയാ വരാറ്. അതേ വന്നല്ലോ. അച്ഛന്റെ കുട്ടി എന്തത്ര വൈകിയേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അച്ഛാ. മോള് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വാ. ശരി അമ്മേ. മോൾക്ക് ഈയിടെയായിട്ട് നല്ല ക്ഷീണുണ്ട്. എടിയാതി പഠിപ്പിന്റെ ക്ഷീണായിരിക്കേ. സ്കൂളിലത്തെ പോലെ കുട്ടിയൊക്കെ നല്ല അതെ അതെ അതെ. ഈ അവിടെ കാര്യത്തിൽ യാതൊരു പേടിയും പേടിക്കണ്ട. അവിടെ എന്റെ മോളാ. ഞാനിപ്പോ വിചാരിച്ചേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ സുകന്യ ക്യാമ്പൊക്കെ? സുകന്യ ക്യാമ്പൊക്കെ നല്ല വിജയല്ലായിരുന്നു. നമ്മൾ വിചാരിച്ചക്കാളും കൂടുതൽ ആൾക്കാരല്ലേ ക്യാമ്പിൽ വന്നത്. അല്ല മെമ്പറേ, നമുക്കിത് ഏതെങ്കിലും മാസം അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? അത് പ്രശ്നമില്ല, അത് ആ സാമ്പത്തിക വർഷം അടച്ചു തീർത്താൽ മതി. എനിക്കിതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇതൊരു തട്ടിപ്പാണെന്നാ ഞാൻ കരുതിയിരുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി എനിക്കിപ്പോ വിശ്വാസമായി. എനിക്ക് 4 വയസ്സുള്ള പേരക്കുട്ടിയുണ്ട്. അതിലെനിക്ക് അവിടെ ഒന്ന് ചേർക്കണം. നന്നായി വാസുവോ, എല്ലാവരും അങ്ങനെ ചിന്തിച്ച എത്ര നന്നായി. എല്ലാരും മാറി ചിന്തിച്ചു തുടങ്ങി അപ്പുണ്ണിയേട്ടാ. റംല അളിയന് കുട്ടികൾ ഇതാ വരുന്നേ. വെരി വെരി വെരി. അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെ പിന്നെ അളിയ വിശേഷം? പുറപ്പെട്ട് ഞങ്ങള് കുറച്ചേരം അരമണിക്കൂർ. സംഗതി മമ്മക്ക, നിങ്ങൾ ചെയ്ത് തെറ്റന്നെയാണ്.
അതെ, അകത്ത് പോണ്ട കേസാ. ഞാനപ്പോൾ ഒന്നും ഓർത്തില്ല. ഓരെ സഹായിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ദിനേശിന്റെയും കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ദിനേശ, എന്നോട് ക്ഷമിക്കടാ. മോമക്ക, അതൊന്നും സാരല്ല, എനിക്ക് മനസ്സിലാവും. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് ഇതോടെ വെച്ച് മറക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി വലിയൊരു കാര്യത്തിന്റെ പിന്നിലല്ലേ നമ്മളിപ്പോൾ ഉള്ളത്. അതിനിടയിൽ ആരും മനസ്സ് വിഷമിക്കരുത്. എനിക്ക് എൻ്റെ തെറ്റ് തിരുത്തണം മാഷെ. കാശില്ലാത്തതിൻ്റെ പേരിൽ ദേവൂട്ടിനെ ഈ സ്കീമിൽ ചേർത്താണ്ടിരിക്കരുത്. കാശിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. ഇവർ രണ്ടുപേരും എൻ്റെ മക്കളാ. മോമക്ക, ഹ